നീറ്റ് 2025 ആയിട്ട് റിലേറ്റ് ചെയ്ത് NDA റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത ഇൻഫർമേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു നീറ്റ് എക്സാമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാറ്റേൺ. അതിൽ യാതൊരു ചേഞ്ചും ഇല്ല എന്നുള്ളതാണ് ഫാക്റ്റ്. അതായത് 3 മണിക്കൂർ 20 മിനിറ്റ് തന്നെയാണ് എക്സാം. സിംഗിൾ ഡേ സിംഗിൾ ഷിഫ്റ്റ് ആണ്. പെൻ ആൻഡ് പേപ്പർ മോഡ്, അതായത് OMR തന്നെയാണ്. അതിലൊന്നും യാതൊരു മാറ്റങ്ങളും ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആധാർ അപ്ഡേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിലും ടെൻസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. മുൻപോട്ട് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഈസി ആക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ വേണ്ടിയാണ്, തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടി NDA തന്നെ കൊണ്ടുവന്ന ഒരു പുതിയൊരു കാര്യമാണ് നമ്മുടെ ആധാർ അപ്ഡേഷനായിട്ട് ബന്ധപ്പെട്ട്. അത് ഒരു കാരണവശാലും മറന്നു പോയേക്കരുത്. അപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള അക്ഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ആധാർ ID ആണ്. ഇതൊരു 12 ഡിജിറ്റ് നമ്പറാണ്. ഇവിടെ നമുക്ക് 2 രീതിയിൽ നമുക്ക് ഈ 12 ഡിജിറ്റ് നമ്പർ ക്രിയേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നമ്മൾ 10th വരെ പഠിച്ച സ്കൂളായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡിജി ലോക്കർ ഓപ്പൺ ചെയ്ത് നമുക്ക് തനിയെ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം സിലബസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഈ സിലബസ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ NDA പ്രൊഡ്യൂസ് ചെയ്ത സിലബസ് ആയിട്ട് നോക്കുമ്പോൾ യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് ഫാക്റ്റ്. ഈ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് NMCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഉണ്ട്, അതുപോലെ തന്നെ NDAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഉണ്ട്. അപ്പം നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് പ്രിപ്പറേഷൻസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ 2025 നീറ്റ് എക്സാം അടിപൊളിയായിട്ട് നമുക്ക് എഴുതാം.